എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ചില്ലി. വീട്ടിലിരിക്കുന്ന മസാല വെച്ച് നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും നിങ്ങൾക്ക് കൊടുക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമോ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്ലൈസിൻ്റെ എണ്ണം കൂട്ടാം. ഞാൻ ഇതുപോലെ ക്യൂബ് സൈസിൽ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ബ്രെഡ് സ്ലൈസിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി പാൻ ചൂടാവുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ബ്രെഡ് സ്ലൈസസിനെ ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് നന്നായി ടോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ പാകം ഇതിന് മതിയാകും. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്ത് അത് അടുപ്പിൽ വെച്ച് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ ജീരകം, 1 സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്യുക. ഇതിലോട്ട് നമുക്ക് 2 സ്ലൈസ് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ബ്രൗൺ കളർ ആവണം. അതുവരയ്ക്കും നമ്മളിതിന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാലകൾ ചേർക്കാം. സ്റ്റവ് ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. എരിവ് ഓൾറെഡി നമ്മൾ ഗ്രീൻ ചില്ലിയും വറ്റൽമുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ എരിവ് നോക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്പൈസസ് നല്ല പച്ചമണവും മാറിയിട്ടുണ്ട്. അതിനുശേഷം 2 മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതും നന്നായി മിക്സ് ചെയ്ത് എണ്ണ തെളിയുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി എല്ലാം നന്നായി സ്മാഷായി വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1/4 ഭാഗം ഞാൻ capsicum അത് ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞത് നല്ലോണം ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. capsicum നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ബ്രെഡ് സ്ലൈസസ് ടോസ്റ്റ് ചെയ്ത ബ്രെഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സും ബ്രെഡ് സ്ലൈസും എല്ലാം ചേർന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഉള്ളി തക്കാളി എല്ലാം ഈ ബ്രെഡിലോട്ട് ഒന്ന് പിടിക്കുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തണം ഇത്. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഇതാകുകയുള്ളൂ. നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ടിത്
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. എല്ലാ ബ്രെഡിലും എത്തുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്തതിന് ശേഷം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ബ്രെഡ് ചില്ലി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴെല്ലാം ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക്